വൈൽഡ് ലവ്. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. രുദ്രൻ യേശുവിൻ്റെ ഇടുപ്പിലൂടെ കൈയിട്ടുകൊണ്ട് അവൾ അവനോട് ചേർത്ത് നിർത്തി. അവളുടെ രണ്ട് ചുണ്ടുകളെയും പതിയൊന്നും നുണഞ്ഞ ശേഷം അവളിൽ നിന്നും അടന്നു മാറി. കഴിക്കാം. അവളുടെ ചുണ്ടിൽ പറ്റിപ്പിടിച്ച് അവനെ ഉമ്മനീർ തുടച്ചുകൊണ്ട് രുദ്രൻ പറയുമ്പോൾ അവളൊരു ചിരിയോടെ തലയാട്ടി. ചുംബനം കടന്നു പോയാൽ അതിൽ നിൽക്കില്ലെന്ന് അവന് നന്നായി അറിയാം. അതാണ് ആ ഒരൊറ്റ സീനിൽ അവനത് നിർത്തിയത്. വാ. അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ടേബിളിലിരുത്തി. നേരത്തെ ഒഴിച്ചു വെച്ച കോഫി അവളുടെ കയ്യിൽ കൊടുത്ത ശേഷം അവൻ വേറെ ജോലിയിലേക്ക് കടന്നു. അവൻ ഗ്യാസ് ഓണാക്കുന്നതും എന്തോ ഉണ്ടാക്കുന്നതുമൊക്കെ അവളൊരു അത്ഭുതത്തോട് നോക്കിയിരുന്നു. അവനെ കണ്ട നാൾ മുതൽ കാണാത്ത കാഴ്ചയാണല്ലോ അത്. അതെല്ലാം നോക്കിക്കൊണ്ട് തന്നെ കയ്യിലുള്ള കോഫി മഗ് ചുണ്ടോട് വെച്ചു. സൂപ്പർ. ചുണ്ടിലുണ്ടായിരുന്ന കോഫിയുടെ ബാക്കി കൂടെ നുണഞ്ഞുകൊണ്ട് അവൾ പറയുമ്പോൾ രുദ്രനൊന്ന് ചിരിച്ചു. ഈ ചെക്ക് കുക്കിങ്ങൊക്കെ അറിയോ? ഓരോന്നും ശ്രദ്ധയോടെ വൃത്തിയിൽ ചെയ്യുന്നവനെ നോക്കി അവൾ ചോദിക്കുമ്പോൾ രുദ്രൻ അതേന്ന് തലകുലുക്കി. പക്ഷേ എനിക്കിതൊന്നും അറിയില്ല. അത് പറഞ്ഞുകൊണ്ട് അവൾ ചുണ്ടുപിളത്തി. രുദ്രൻ തലചരിച്ച് അവളെ നോക്കി സങ്കടത്തോടെ കോഫിയിലേക്ക് നോക്കിയിരിക്കുവാണ്. അത് കണ്ടതും രുദ്രന് ചിരിയാണ് വന്നത്. അതെന്താ നിനക്കറിയാത്തത്? പൊതുവെ പെൺകുട്ടികൾക്കല്ലേ ഇതൊക്കെ അറിയാം. ചെയ്യുന്ന പണി തുടർന്നുകൊണ്ട് രുദ്രൻ ചോദിക്കുമ്പോൾ അവളുടെ മുഖത്ത് സങ്കടം നിറഞ്ഞു. നാട്ടിൽ നിന്നിരുന്ന സമയത്ത് പഠിക്കുമല്ലായിരുന്നു. ഇതിനൊന്നും സമയമില്ലായിരുന്നു. ഉള്ള സമയം പള്ളിയിലും മഠത്തിലൊക്കെ ആയിരുന്നു. വീട്ടിൽ ജോലി ചെയ്യാൻ ഒരുപാട് ആളുകളുള്ളത് കൊണ്ട് അതിനൊന്നും ആരും അടുക്കളയിലേക്ക് വിളിച്ചില്ല. പിന്നെ എൻ്റെ വീട്ടിലെ അവസ്ഥ, അവിടെ ഞങ്ങൾ അടുക്കളയിൽ കയറാനാ പാടില്ലെന്ന അമ്മ പറയുക. കഴിക്കാൻ വരെ കഴിച്ചിട്ട് എണീറ്റ് പോവുക. അങ്ങനെയാണ്. ഇടയ്ക്ക് പലപ്പോഴും ബോറടിച്ചാൽ കയറും. പണിയെടുക്കാനൊക്കെ ഇവിടെ ആളുണ്ട്, നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് അമ്മ വഴക്ക് പറയും. പിന്നെ ഒരാഴ്ചക്ക് അത് തന്നെയാവും വഴക്കിൻ്റെ കാരണം. ഈശു പഴയ ഓർമ്മകളിലായതുകൊണ്ട് തന്നെ അവളുടെ കണ്ണുകളൊന്നും നിറഞ്ഞു. ഈശ. അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കൊണ്ട് തന്നെ ശകാരത്തോടെയുള്ള വിളിയായിരുന്നത്. അത് മനസ്സിലായതും അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടമൊന്നും തോന്നാറില്ല ഈച്ച. പക്ഷെ നിച്ചു, അവൾ ആലോചിക്കുമ്പോഴാ നീയൊക്കെ എങ്ങനെ വേണമെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും. കാരണം അവൾ മറ്റൊരു ആനിയാണ്. പക്ഷെ നിച്ചു അങ്ങനെയല്ല. ചെറിയൊരു വായിട്ടലകൾ ഉണ്ടെന്നൊഴിച്ച് അവളൊരു പാവ. എങ്ങനെ എൻ്റെ കൊച്ചവിടെ നിൽക്കുന്നതെന്നാവോ? ഞാൻ നിന്നിരുന്ന പോലെ തള്ളി നീക്കാവൂലേ? അവൾ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. രുദ്രനൊന്നും മിണ്ടിയില്ല. ആദ്യമായാണ് അവൾ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. ഉള്ളിലൊക്കെ പറയട്ടെ എന്ന് അവനും കരുതി. കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു പാരൻസ് ആവില്ലേച്ചാ? ഇടയ്ക്കൊന്ന് നിർത്തിയ ശേഷം വീണ്ടും അവൾ ചോദിച്ചു. ആ ചോദ്യം കേട്ടതും ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തി രുദ്രൻ അവളെ ഒന്ന് നോക്കി. നമുക്കുണ്ടാവുന്ന കുട്ടികളെ നമുക്ക് പൊന്നുപോലെ നോക്കണെച്ചാ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് നമ്മളാവണം. എന്തുണ്ടെങ്കിലും അവരാദ്യം ഓടി വന്ന് പറയുന്നത് നമ്മളോടായിരിക്കണം. നമ്മളറിയാതെ അവർക്കൊന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു ചെറിയ സങ്കടം പോലും. അവരൊക്കെ നല്ലത് നമുക്ക് പറഞ്ഞു കൊടുത്ത് നല്ല മക്കളായി വളർത്തണം. യേശു നിർത്താതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രുദ്രൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. കർത്താവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചവൾ ആ കുട്ടികളെ കുറിച്ച് പറയുന്നത്, അതും ഇന്നലെ മുതൽ ജീവിച്ചു തുടങ്ങിയപ്പോഴേക്കും. രുദ്രന് ചിരി വന്നു. ആ ചിരിയോടെ തന്നെ അവൻ ഉണ്ടാക്കിയതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ രണ്ട് കാലുകളും മടത്തി മാറ്റി അതിനിടയിലേക്ക് കയറി നിന്നു. അതൊക്കെ നമുക്ക് ആലോചിക്കാം കേട്ടോ. അതിനൊക്കെ ഇനിയും ഒരുപാട് സമയമുണ്ട്. എൻ്റെയും എൻ്റെ ഈശോയുടെയും ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു കടന്നു വരാൻ ഇനിയും ഇഷ്ടം പോലെ സമയമുണ്ട്. അന്ന് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഇതുപോലെ പറയാം. ഇപ്പം അങ്ങനെയൊന്നും ആലോചിക്കാതെ ഭക്ഷണം കഴിക്കുക. അത് പറഞ്ഞുകൊണ്ട് പ്ലേറ്റിൽ നിന്നും കുറച്ച് ഭക്ഷണം കയ്യിലെടുത്ത് അവളുടെ ചുണ്ടിന് നേരെ മുട്ടിച്ചു. ഈശു ഭദ്രൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടൊന്ന് താഴ്ത്തി. അതെന്താ അങ്ങനെ? ഇതിനെ കുറേ കാലൊക്കെ. അതൊക്കെ അങ്ങനെയാണ്, നീ കഴിക്ക്. കളി വിട്ട് ഗൗരവത്തിൽ അവനത് പറയുമ്പോൾ അവൾ ഭക്ഷണം ചവക്കാൻ തുടങ്ങിയിരുന്നു. എത്രയൊക്കെ ഇച്ചാന്നും കുച്ചാന്നൊക്കെ പറഞ്ഞാലും അവൻ്റെ ശബ്ദമൊന്നും മാറിയ കുട്ടിക്ക് പേടിയാണ്. അവളുടെ ചവക്കൽ കണ്ടതും രുദ്രൻ ചിരിച്ചു. ആ ചിരിയോടെ തന്നെ അവളുടെ കവിളിലൊന്ന് ചുംബിച്ചു. ഈശുവും ചിരിച്ചു. ഇച്ച കഴിക്കുന്നില്ലേ? അവൾക്ക് ഭക്ഷണം കൊടുത്ത് അവളുടെ ചുണ്ട് തുടച്ച് കൊടുക്കുമ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. രുദ്രനൊന്ന് ചിരിച്ചു. ഒരുമാതിരി വെടക്ക് ചിരി. ഭക്ഷണം കഴിച്ച് വയറ് ഫുള്ളായാൽ ശരിയാവില്ല. അവളുടെ ചുണ്ടിന് നേരെ അവൻ്റെ ചുണ്ടുകൾ താഴ്ത്തി വശ്യമായി പറയുമ്പോൾ അവൾ ചിരിയോടെ മുഖം തിരിച്ചു. രുദ്രൻ തന്നെയാണ് കിച്ചൺ വൃത്തിയാക്കിയതും. ഈശു അവരെ തന്നെ നോക്കി. അവനിരുത്തിയ പോലെ അവിടെ ഇരുന്നു. ലൈറ്റ് അടച്ച ശേഷം രുദ്രൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. അവൻ്റെ വരവ് കണ്ടതും ഈശു രണ്ട് കൈകളും അവൾക്ക് നേരെ നീട്ടി. രുദ്രൻ ഒരു ചിരിയോടെ അവളുടെ മിനുസമാർന്ന കയ്യിൽ മുഴുവനായും അവൻ്റെ കൈകൾ കൊണ്ട് തഴുകി. യേശു കണ്ണുകൾ അടച്ചു പിടിച്ചു.
കഴുത്തിൽ പറ്റിക്കിടക്കുന്ന കുരിശിന്റെ ചെയിനും അതിന് താഴെ നല്ല ഇറക്കമില്ലാത്ത രീതിയിലുള്ള താലി, പിന്നെ ആ നൈറ്റിയുമായിരുന്നു അവളുടെ ശരീരത്തിൽ ആകെ ഉണ്ടായിരുന്നത്. രുദ്രന്റെ കൈകൾ അവളുടെ കൈകളിൽ തടകിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. കൈകൾ അവളുടെ കയ്യിൽ നിന്നും എടുത്ത ശേഷം മുട്ടുവരെ ഇറക്കമുള്ള അവളുടെ ഡ്രസ്സിൽ പിടിച്ചുകൊണ്ട് അത് കുറച്ചധികം മുകളിലേക്ക് കയറ്റി. ചുണ്ടുകൾ അടർന്നു മാറുന്നതിനോടൊപ്പം തന്നെ ആ ചുണ്ടുകൾക്കിടയിൽ നിന്നും അവളുടെ ശബ്ദം പുറത്തേക്ക് വന്നു. വികാരത്തോടെ അവളൊന്ന് ഉയർന്നു പൊങ്ങി. ആ നിമിഷം തന്നെ അവളുടെ വയറിലെ മടക്ക് നിവർന്നിരുന്നു. രുദ്രനൊന്ന് മൂളിക്കൊണ്ട് അവൾക്ക് അടുത്തേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു. റൂമിൽ പോവച്ച. അവളുടെ ശബ്ദത്തിൽ വല്ലാത്ത കിതപ്പുണ്ടായിരുന്നു. ഇച്ച ലൈറ്റ് വേണ്ട. ഹാളിലെ സെറ്റിയിൽ അവളെ കിടത്തിയതും വിഷു പതിയെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. രുദ്രൻ ഒരു ചിരിയോടെ ലൈറ്റ് ഓഫാക്കി മുന്നിലെ ഡോറ് ലോക്കാക്കിക്കൊണ്ട് തിരിഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്നു. സെറ്റിയിൽ കിടന്ന് അവനെ തന്നെ നോക്കുന്ന അവൻ്റെ ഷെയ്ഡ് ചുണ്ടിലേക്ക് ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ ആഴ്ന്നിറങ്ങി. രുദ്രൻ നിശുവിനെ കയ്യിൽ കോരിയെടുത്ത് മുകളിലേക്ക് നടക്കുമ്പോൾ രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം കോർത്തിരുന്നു. കണ്ണുകൾ പരസ്പരം അടത്തി മാറ്റാതെ തന്നെ രുദ്രൻ നിശുവിനെയും കൊണ്ട് റൂമിലേക്ക് കയറി അവളെ ബെഡിലേക്ക് കിടത്തി. വെള്ള നിറത്തിലുള്ള ആ മിനുസമാർന്ന ബെഡിന്റെ നടുവിൽ അവൾ കിടക്കുമ്പോൾ ഒരു ചുവന്ന റോസാപുഷ്പം കിടക്കുന്നത് പോലെ അവനക്ക് തോന്നി. ആ ചുവന്ന ഡ്രസ്സിൽ അവളുടെ ഭംഗി ഒന്നുകൂടെ തിളങ്ങുന്നത് പോലെ. അവൾക്ക് നേരെ കൈ നീട്ടുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൾ ആ കയ്യിൽ പിടിച്ചു. അവൾ പിടിച്ച കയ്യിൽ പിടിച്ച് വലിച്ച നിമിഷം തന്നെ അവളിൽ നിന്നും അവളുടെ വസ്ത്രങ്ങൾ ബെഡിലേക്ക് അവൻ അഴിച്ചിരുന്നു. രുദ്രൻ ലൈറ്റ് ഓഫാക്കിയ ശേഷം അവൻ്റെ ഷോർട്ട്സ് അഴിച്ചുകൊണ്ട് അവളുടെ മുകളിലേക്ക് കയറി കിടന്നു. ഈശോവിൻ്റെ പുറത്തുകൂടെ കൈയിട്ടുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു. അതോടൊപ്പം തന്നെ അവരുടെ ചുണ്ടുകൾ പരസ്പരം അവരുടെ പേരുകൾ മുടിഞ്ഞു. രണ്ട് ശരീരവും ബെഡിൽ അമർന്നുകൊണ്ട് കുറച്ചു നേരം അങ്ങനെ കിടന്നു. യേശുവിൻ്റെ കൈകൾ അവളുടെ ഇച്ചയുടെ നഗ്നമായ പുറത്തുകൂടെ അലഞ്ഞു നടന്നു. രുദ്രൻ മുഖമുയർത്തി അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ച് നെറ്റിയിൽ നിന്നും തുടങ്ങി അവൻ്റെ ചുണ്ടുകളുടെ സഞ്ചാരം പല പ്രാവശ്യം അവളുടെ കാൽവിരകളിൽ ചെന്ന് അവസാനിച്ചു. ആ നിമിഷങ്ങളിലൊക്കെ രുദ്രൻ്റെ പേര് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അവൾ ആ ബെഡിൽ കിടന്ന് പൊളഞ്ഞു. അവളുടെ ചുണ്ടിൽ നിന്നും അവൻ്റെ ചുണ്ടിനെ വേർപ്പെടുത്തിയ നിമിഷം അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി. രുദ്രൻ അങ്ങോട്ട് തന്നെ നോക്കി അവൾക്ക് മുകളിലേക്ക് കിടന്നു. അവന് നോട്ടം നേരിടാൻ കഴിയാതെ അവൾ കണ്ണുകൾ രണ്ടും മടച്ചു പിടിച്ചുകൊണ്ട് കിടന്നു. അവിടെ അവൻ്റെ ഉമനീരിൻ്റെ നനവ്. രുദ്രൻ ചുണ്ട് കടിച്ചു പിടിച്ച് കിടക്കുന്നവളുടെ മുഖത്തേക്ക് നോക്കി. കടിച്ചു പിടിച്ച ചുണ്ടുകളിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വന്ന നിമിഷം ഈശോവനെ മുറുകെ പുണർന്നു. രുദ്രൻ്റെ ചുണ്ടുകൾ അവിടെ നിന്ന് അവളുടെ വയറിലേക്ക് അരിച്ചിറങ്ങുമ്പോൾ ഈശോ ബെഡിൽ കിടന്ന് പൊളഞ്ഞു. രുദ്രൻ്റെ ചുണ്ടും നാവും അവളുടെ വയറിൽ ആകെ പരതിയ ശേഷം അവൻ ഉയർന്നു വന്നുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി. അതോടൊപ്പം തന്നെ അവനെ അവളിലേക്ക് ആഴ്ത്തിയിറക്കി. വേദന കൊണ്ട് പൊളിഞ്ഞ യേശുവിൻ്റെ തേങ്ങലകൾ രുദ്രൻ്റെ തൊണ്ടക്കുഴിയിൽ ചെന്ന് വിളിച്ചു. അവളുടെ ചുണ്ടിൽ നിന്നും അവൻ അടന്നു മാറിയ ശേഷം അവളുടെ മുഖം മുഴുവൻ ചുംബിച്ചു. അവൻ ഉയർന്നു താഴുന്നതിനനുസരിച്ച് അവളുടെ തേങ്ങലകൾ മാറി. പകരം അവളുടെ ആർദ്രമായ ശബ്ദവും കിതപ്പും നിശ്വാസവും അവിടെ അരിയടിച്ചു. രുദ്രൻ്റെ ഉയർന്നു താഴ്ന്നത് മുഖം പിടിച്ച് താഴ്ത്തി ഈശോവിൻ്റെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു. അവൻ്റെ നഗ്നമായ നെഞ്ചിലും പുറത്തും അവളുടെ കൈവല്ലുകൾ ഓടി നടന്നു. രുദ്രൻ്റെ ചുണ്ടിൽ എത്ര ചുംബിച്ചിട്ടും അവൾക്ക് മതിയാകുന്നില്ല. അവൻ്റെ മുഖത്ത് ഓരോ രോമങ്ങളും അവൾ അത്രത്തോളം കൊതിയിൽ തൊട്ടുണർത്തി. സമയം നീങ്ങിക്കൊണ്ടിരിക്കെ ആ കിതപ്പോടെ അവൻ അവളുടെ നെഞ്ചിലേക്ക് വീണു. ഈശു നിറഞ്ഞ മനസ്സോടെ അവൻ്റെ തലമുടിയിൽ പിടിച്ചുകൊണ്ട് അവളുടെ നെഞ്ചിലേക്ക് അമർത്തി അവനെ ചുറ്റിപ്പിടിച്ചു. ഈശുവിൻ്റെ മാറിൽ പതിഞ്ഞു കിടക്കുന്നവൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതും വീണ്ടും അവളുടെ ചുണ്ടിലേക്ക് ചേക്കേറി. അവളുടെ ചുണ്ടിന് നുണയുന്നതോടൊപ്പം അവൻ്റെ കൈകൾ അവളിലൂടെ വീണ്ടും പുതിയ പാതകൾ തിരഞ്ഞു. ആ നിമിഷം തന്നെ ഈശോവിനെ നെഞ്ചിൽ പിടിച്ച് തള്ളിക്കൊണ്ട് അവനിൽ നിന്നും തിരിഞ്ഞു കിടന്നു. ബെഡിലേക്ക് വീണ രുദ്രൻ മുഖം ചുളിച്ചുകൊണ്ട് അവളെ നോക്കി. പിന്നെ അവിടുന്ന് എഴുന്നേറ്റ് അവളുടെ വായിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളുടെ പുറത്ത് കവൾ വെച്ച് കിടന്നു. മതിയായോ? അവൻ്റെ ശബ്ദം അവളുടെ ചെവിയിൽ പാഞ്ഞതും അവൾ തിരിഞ്ഞ് അവനെ ഒന്ന് തുറിച്ചു നോക്കി. അറിയാൻ മേലത്തോണ്ട് ചോദിക്കുക, ഈ ചേവല ഒരുക്കും കൊണ്ടാണ് കർത്താവ് സൃഷ്ടിച്ചത്? അപ്പോഴത്തെ ഒരു കിതപ്പ്, അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരാളെയല്ല. ഇനി കുറച്ച് മണിക്കൂർ കഴിയട്ടെ, എനിക്ക് ഉറങ്ങണം. അവളുടെ വായിൽ വന്നതൊക്കെ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും അവൻ്റെ എതിർവശത്തേക്ക് തലവെച്ച് കിടന്നു. രുദ്രനൊന്നും മിണ്ടാതെ അങ്ങനെ കിടന്നു. നിമിഷങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കെ അവളുടെ മാറിൽ തഴുകിയും നെരിച്ചും കൊണ്ടിരുന്ന അവൻ്റെ കൈകൾ അയഞ്ഞ് ബെഡിൽ വീണത് അറിഞ്ഞതും അവൾ തലചരിച്ച് നോക്കി. അവൻ്റെ മുഖം അവളുടെ പുറത്തുകൂടെ ബെഡിലേക്ക് വീണു. ഈച്ചു ചെരിഞ്ഞുകൊണ്ട് അവനക്ക് നേരെ കിടന്നു. സുഖയുറക്കും. ആഹാ, ഇത്രക്ക് ഉറക്കമുണ്ടായിട്ടാണോ വീണ്ടും ഒരു യുദ്ധത്തിന് ഒരുങ്ങിയത്? അവൻ്റെ കവളിൽ തടകി ചോദിക്കുന്നതിനോടൊപ്പം അവൻ്റെ നെറ്റിയിൽ അവളൊന്ന് ചുംബിച്ചു. ശേഷം അവൻ്റെ മുഖം അവളുടെ മാറിലേക്ക് വെച്ചുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കിടന്നു. സമയം പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. യേശു കണ്ണുകൾ തുറന്ന് കിടക്കുവാണ്. അവൻ്റെ വികൃതികൾ തന്നെയായിരുന്നു അവളുടെ മനസ്സിലും മുഴുവൻ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നല്ല ഉറക്കമാണ്. ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ എങ്ങനെ വെച്ചാൽ ഓരോ കുസൃതി കാട്ടി എണീപ്പിക്കാൻ തോന്നാം. ഞാൻ എണീപ്പിച്ച് നോക്കട്ടെ. ഉറക്കം പൊറിയുന്ന ഫീൽ ഇച്ചയൊന്ന് അറിയട്ടെ.
അവൻ്റെ ചെവിയിൽ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖം അവളുടെ മാറിൽ നിന്നും മാറ്റി ബെഡിലേക്ക് മലർത്തി കിടത്തി ഈശോ ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് മുഖമടുപ്പിച്ച് അവൻ്റെ ചുണ്ടിൽ മുത്തി. അവളൊരു ചിരിയോടെ അത് തന്നെ തുടർന്നു. പല്ലുപയോഗിക്കാതെ ചുണ്ടുകൾ കൊണ്ട് മാത്രം അവൻ്റെ കീച്ചുണ്ടിനെ വലിച്ചെടുത്തു. ശേഷം അവയെ പതിയെ നുണഞ്ഞു. കളിയിൽ തുടങ്ങിയതാണെങ്കിലും അവൾക്കത് പിന്നെ കാര്യമായി. അവളുടെ കൈ അവൻ്റെ ശരീരത്തിലൂടെ ഇറങ്ങി. അവൻ്റെ മുഖം മൊത്തം ചുംബിച്ച ശേഷം അവളുടെ ചുണ്ടുകൾ അവൻ്റെ കഴുത്തിലേക്ക് ഇറങ്ങി. ഹിക്കി വന്നാലും വേണ്ടിയില്ലെന്ന പോലെ അവൻ്റെ കഴുത്തിൽ അമർത്തി കടിച്ചുകൊണ്ട് അവളുടെ നാവ് കൊണ്ട് തഴുകി നുണഞ്ഞു തുടങ്ങി. രുദ്രന്റെ കൈകൾ അവളുടെ രക്തമായ ശരീരത്തിൽ മുറുകുന്നത് അവൾ ആ നിമിഷം അറിഞ്ഞില്ല. അവൻ്റെ കഴുത്തിൽ നിന്നിറങ്ങി അവളുടെ ചുണ്ടുകൾ താഴേക്ക് സഞ്ചരിച്ചു. അവൻ്റെ നെഞ്ചിൽ ചുണ്ടുകൾ എഴിച്ചും അവൻ്റെ പൊക്കിൾച്ചുടിയിൽ നാവ് കൊണ്ട് തടുകിയും കടന്നു പോകുമ്പോൾ അവൻ അവളുടെ തല പിടിച്ച് പൊസിഷൻ കറക്റ്റാക്കുന്നതൊന്നും അവൾ ആ നിമിഷം അറിഞ്ഞില്ല. അവളുടെ സ്നേഹം അവനിൽ അതിർവരമ്പുകളില്ലാതെ പ്രകടമാക്കുകയായിരുന്നു. യേശുവിൻ്റെ ചുണ്ട് അവനിൽ ചലിക്കുന്നതിനനുസരിച്ച് രുദ്രന്റെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. ഇനിയൊരു സെക്കൻഡ് പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി അവളെ മറിച്ചിട്ട് അവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അവനേക്കാൾ ആഗ്രഹിച്ചിരുന്നു അവൾ ആ നിമിഷം. അത് കിതപ്പോടെ യേശുവിൻ്റെ മാറിൽ കിടക്കുമ്പോൾ രുദ്രന്റെ മനസ്സ് നിറഞ്ഞിരുന്നു. വല്ലാത്ത സന്തോഷത്തോടെ അവൻ അവളുടെ മാറുകളിൽ ഇടക്ക് കടിച്ചും ഇടക്ക് ചുംബിച്ചും കൊണ്ടിരുന്നു. ഇച്ചാ, അവൻ്റെ മിനുസമാർന്ന തലമുടിയിൽ തലോടിക്കൊണ്ട് അവൾ പതിയെ വിളിക്കുമ്പോൾ അവൻ്റെ പല്ല് തട്ടി പൊറിഞ്ഞ് അവളുടെ മാറിനെ നാവുകൊണ്ട് തഴുകിക്കൊണ്ട് അവനൊന്ന് മൂളിക്കൊണ്ട് ചെയ്തുകൊണ്ടെന്ന് പ്രവൃത്തി തുടർന്നു. എന്നെ എന്താ ഇച്ചയ്ക്ക് ഇത്ര ഇഷ്ടം? അതിന് മാത്രം എന്ത് യോഗ്യത ഈ ചെന്നിൽ കണ്ടത്? എന്നെ മുതൽ അങ്ങനെ സ്നേഹിച്ചു തുടങ്ങിയത്? ഈച്ച എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ തിരിച്ചു സ്നേഹിക്കുന്നൊക്കെ എന്താ ഇന്നത്തെ ഉറപ്പ്? കുറെ കാലമായി അവളുടെ ഉള്ളിൽ കുമിഞ്ഞു കൂടി കിടന്നിരുന്ന ചോദ്യങ്ങൾ ഒറ്റയടിക്ക് ചോദിച്ചു നിർത്തുമ്പോൾ അവൻ്റെ ഉത്തരത്തിനായി അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. രുദ്രനാണെങ്കിൽ അവളുടെ നെറ്റിയിൽ അവൻ്റെ ചുണ്ടമർത്തി കിടക്കുമായിരുന്നു.